എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഞാൻ വരാൻ കുറച്ച് ലേറ്റായിട്ടോ. കുറച്ച് ത്രോട്ട് ഇൻഫെക്ഷനും പ്രോബ്ലംസൊക്കെ ഉണ്ട്. ഈ ക്ലൈമറ്റിൻ്റെ ചേഞ്ചൊക്കെ ഒന്ന് അക്സെപ്റ്റ് ആവാനുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ട്. കുറച്ച് റിലേറ്റീവ്സും ഗസ്റ്റൊക്കെ വരും പോവുകയൊക്കെ ചെയ്തു. വിഷുവൊക്കെ ആയിട്ട് മൊത്തം തിരക്കിലായിരുന്നു. ഞാൻ ഈസ്റ്റർ റെസിപ്പി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോലും ഉള്ള സമയം എനിക്ക് കിട്ടിയില്ല. എന്നോട് ആദ്യം തന്നെ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ഇത്തവണ ഈസ്റ്ററിന് കൊണ്ടുവന്നേക്കുന്നത് വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. ഒന്നുമില്ല കേട്ടോ, നമ്മുടെ സിമ്പിൾ പെപ്പർ ചിക്കൻ തന്നെയാണ്. പക്ഷേ ഈ പെപ്പർ ചിക്കൻ്റെ കൂടെ ഞാനൊരു മാജിക് മസാല ചേർത്തിട്ടുണ്ട്. ആ മസാല നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ചേർത്ത് നോക്കൂ. നിങ്ങളുടെ പെപ്പർ ചിക്കൻ വേറെ ലെവലിലെത്തും. അതെനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ പെപ്പർ ചിക്കൻ്റെ മാജിക് മസാല എന്ന് പറഞ്ഞ സാധനം എൻ്റെ സ്വന്തം പ്രിപ്പറേഷനാണ് കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കുരുമുളകിൻ്റെ കഷ്ണങ്ങൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മുടെ നാവിൽ തടയും. അപ്പോൾ അങ്ങനെ തടയാതിരിക്കണമെങ്കിൽ നിങ്ങൾ പെരിഞ്ചീരകം കുരുമുളകൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളതൊക്കെ പൗഡേർഡ് ഫോമായിട്ട് നിങ്ങൾ ചേർത്തോളൂ. പൗഡർ തന്നെ ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചാൽ മതി. അപ്പോൾ ശരിക്കും നാവിൽ തടയാതെ കഴിക്കാൻ പറ്റും. കാരണം ജീരകം പെരിഞ്ചീരകം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നാക്കിൽ തടഞ്ഞിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് മാത്രം. എനിക്കത് വലിയ ബുദ്ധിമുട്ടായി തോന്നിയില്ല. അതൊന്ന് പ്രത്യേകം എടുത്ത് പറയണം തോന്നി. കാരണം ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ടിനും കൂടെ കഴിക്കാൻ കൊടുത്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് തടഞ്ഞില്ലായിരുന്നേ നന്നായിരുന്നു എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അത് പൊടികൾ യൂസ് ചെയ്തോളൂ. അത് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് പെട്ടെന്ന് പോയി കാണാം എങ്ങനെയാണ് ഈ പെപ്പർ ചിക്കൻ ഉണ്ടാക്കണമെന്ന്. എന്തായാലും ഈ ഈസ്റ്റർ നിങ്ങളെല്ലാവരും അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാനിവിടെ വരെ എത്തിയിരിക്കുന്നത്. തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഈസ്റ്റർ സ്പെഷ്യൽ വിഭവത്തിലേക്ക് കിടക്കാം. നമുക്ക് ഇന്നൊരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കാം. പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളി, അതുപോലെ 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, പിന്നെ ഒരു 3 പച്ചമുളക് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചിക്കൻ സാധാരണ എല്ലാവരും പലതരത്തിൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ലക്ഷ്മീസ് ഫുഡ് കോർട്ടിൻ്റെ ഒരു മാജിക് മസാല വെച്ച് ചെയ്യുന്ന ചിക്കനാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്താൽ നിങ്ങൾ ഉറപ്പായിട്ടും വീണ്ടും ചെയ്യും. അപ്പം അതിനുള്ള മസാല തയ്യാറാക്കാനുള്ള കൂട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് കൂടെ ചേർക്കണം. 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ഈ കുരുമുളകിന് പകരം കുരുമുളക് പൊടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇങ്ങനെ ആക്കി എടുത്താൽ മതി കേട്ടോ. ഇതാണ് നമ്മുടെ മാജിക് മസാല. ഈ മസാല വെച്ചാണ് നമ്മൾ ചിക്കൻ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ഒരുവിധം മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. ഒരു 10-20 കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിലൊരു 3-4 സവാള എടുത്തിട്ട് ചെയ്യാം, നിങ്ങൾ സവാളയുടെ അളവനുസരിച്ച്. പക്ഷേ ഈ ചെറിയ ഉള്ളി തന്നെ മൊത്തത്തിലിട്ടും ചെയ്യാം. ചെറിയ ഉള്ളി ഇട്ടിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പകുതിയായിട്ട് എടുത്തിരിക്കുന്നത്. പകുതി എന്ന് പറയാൻ പറ്റില്ല, ഒരു 10-20 ചെറിയ ഉള്ളിയും ബാക്കി 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 തക്കാളി ഇതുപോലെ റഫായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഒരു 1/2 കിലോ ചിക്കൻ എടുത്ത് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ചിക്കൻ വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടണം. 1/2 കിലോ ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാനീ പറയണേ. അതുപോലെ തന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പ് കുറച്ച് കൂടുതൽ മസാലയൊക്കെ വേണമെങ്കിൽ ഉള്ളിയുടെയൊക്കെ അളവ് കൂട്ടിയെടുക്കുക, തക്കാളിയുടെയൊക്കെ അളവ് കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യണം. ഞാനിതിപ്പോൾ വരട്ടിയെടുക്കുന്ന രീതിയല്ല, ഒരു മസാല അല്ലാത്തൊരു ടൈപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിന് 1/2 കിലോ ചിക്കനാണ് വേണ്ടത്. അപ്പം നമുക്കിനി ഒരു മൺചട്ടി എടുത്ത് ചൂടാക്കാൻ വയ്ക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കാണിക്കാം. കാരണം ഇനി കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. മെയിനായിട്ടുള്ളത് ചിക്കനും സവാളയും തക്കാളിയുമാണ്. പിന്നെ എൻ്റെ മാജിക് മസാലയും. ബാക്കി പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ഇത്തിരി ചിക്കൻ മസാല അങ്ങനത്തെ ചെറിയ സാധനങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അത് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ കാണാം. നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഈ മസാല പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 2 കൊത്ത് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഈ മസാല ചതയ്ക്കുന്ന സമയത്ത് തന്നെ അതിലേക്കും ഒരു 2 കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്താൽ നല്ലതാണ്. കാരണം നല്ലൊരു മണവും ഫ്ലേവറൊക്കെ കിട്ടാൻ അതാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഞാൻ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങളത് മറക്കാതെ ചെയ്യുക. കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ എക്സ്ട്രാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് 1-2 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എങ്ങനെയാണെങ്കിലും എടുത്തോളൂ കേട്ടോ. നിങ്ങൾക്ക് സവാള മാത്രമാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം, ചെറിയ ഉള്ളി മാത്രം ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഇത് കുറച്ച് നേരം കിടന്ന് നല്ലൊരു ബ്രൗണിഷ് കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് സാൾട്ട് ചേർത്ത് കൊടുക്കുക, ഉപ്പ്. കാരണം ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ബ്രൗൺ ആയി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഒരുവിധം പകുതിയിലേറെ നമ്മൾ വഴറ്റിയെടുത്തതാണ്. ഒരു 5-8 മിനിറ്റ് സമയം എടുക്കും, ഒരു 10 മിനിറ്റ് വരെയൊക്കെ മാക്സിമം എടുക്കും. അപ്പോഴേ നമുക്ക് ഈ കളർ ബ്രൗൺ ആയി കിട്ടുള്ളൂ. പക്ഷേ ഈ മസാല ശരിക്കും മൂത്ത് വന്നാൽ മാത്രമേ പെപ്പർ ചിക്കനിലേക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റെപ്പ് മാത്രം നന്നായിട്ട് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, നമ്മുടെ സവാള അരപ്പും കൂടെ ഒരുവിധം നല്ലൊരു കളർ കോമ്പിനേഷനിലേക്ക് ആയിട്ടുണ്ട്. ഇത്ര മതി. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്, കാരണം ഏത് തരത്തിലുള്ള അണുക്കളുണ്ടെങ്കിലും വേഗം നശിച്ചു പോകാൻ നല്ലതാണ്. അപ്പോൾ ശരീരത്തിന് വളരെ സേഫാണ്. മഞ്ഞൾപ്പൊടി അവോയ്ഡ് ചെയ്യണ്ട. പിന്നെ ഞാനിതിലേക്ക് ചേർത്തത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 1 ടീസ്പൂണിൽ കൂടണ്ട ചിക്കൻ മസാല. ചിക്കൻ മസാലയുടെ സ്മെല്ല് എടുത്ത് നിൽക്കാൻ പാടില്ല പെപ്പർ ചിക്കന്, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ തക്കാളി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇത് അടച്ച് വയ്ക്കുന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഒന്ന് ലോ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്കിത് ഉരുളിയിലോ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ മൺചട്ടിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ചിക്കൻ്റെയും കൂടെ കിടന്ന് വേവുമ്പോൾ ഈ തക്കാളിയൊക്കെ സെറ്റ് ആയിക്കോളും. നിങ്ങൾക്ക് തക്കാളി ഒട്ടും കടിക്കേണ്ട, ഒക്കെ മൊത്തത്തിൽ സെറ്റാവാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടുതൽ വെച്ച് നിങ്ങളിത് അടച്ച് വെച്ച് വേവിച്ചോളൂ. ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നിങ്ങൾ നോൺ വെജ് കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ചിക്കൻ ചേർക്കണ മുമ്പ് ഇതിൻ്റെ എരിവ് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഞാനങ്ങനെ കഴിക്കുന്ന ആളായതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യാതിരുന്നത്. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിക്കൻ ചേർക്കുന്നതിന് ശേഷം വേണ്ടതിന് അനുസരിച്ചുള്ള അളവിൽ വേണം. അതായത് ഗ്രേവിയിൽ അല്ലെങ്കിൽ മസാലയിലുള്ളതിൽ എത്രമാത്രം ഉണ്ടോ അതിനേക്കാൾ ഒരു പൊടിക്ക് മുകളിലേക്ക് നിൽക്കണം, എന്നാൽ മാത്രമേ ചിക്കൻ ഇടുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. ഇത് ഫ്ലെയിം കൂട്ടി വെച്ച് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് കൈവിടാതെ ഇളക്കി കൊടുത്തോളൂ. അപ്പോൾ ഈ മസാലയൊക്കെ ശരിക്കും ഒന്ന് മിക്സായി കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. 5 മിനിറ്റ് നേരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ പീസസ് വെന്ത് വരുന്നവരെ കുക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ചിക്കൻ്റെ വേവനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 5 മിനിറ്റ് നേരം കിടന്ന് വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഈ ചിക്കൻ്റെ വേവൊന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ചിക്കൻ കഴിക്കുന്ന ആരെ കൊണ്ടെങ്കിൽ ചെക്ക് ചെയ്യിപ്പിക്കണം. കാരണം ഇതിൻ്റെ ടേസ്റ്റും വേവൊക്കെ ചെക്ക് ചെയ്ത ശേഷം മാത്രമേ ഇതിൻ്റെ ബാക്കി പ്രൊസീജിയർ ചെയ്യാൻ പാടുള്ളൂ. ചിക്കൻ വെന്ത ശേഷം മാത്രമേ ബാക്കി പണി ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് എരിവോ ഉപ്പോ എന്തെങ്കിലും പോരാ തോന്നുകയാണെങ്കിൽ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് എരിവ് പോരാ, ഞാനൊരു 1 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ചേർക്കണ്ട കേട്ടോ, നന്നായിരിക്കില്ല, ശരിക്കുള്ള ടേസ്റ്റ് വരില്ല. ആ പെർഫെക്റ്റ് ടേസ്റ്റ് വരണമെങ്കിൽ കുരുമുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഇത്തിരിയും കൂടെ എണ്ണ ഒഴിച്ച് റോസ്റ്റാക്കി വരട്ടിയെടുക്കാം, അല്ല ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇങ്ങനെ തന്നെ ഉപയോഗിക്കുന്നവർ കറിവേപ്പിൻ്റെ ഇലയും വെളിച്ചെണ്ണയും കൂടെ മുകളിൽ ഒഴിച്ച് കൊടുക്കണം. അല്ല കുറച്ചുകൂടെ വരട്ടി റോസ്റ്റാക്കി എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ നാളികേരപ്പാൽ ഒഴിച്ചാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം നമ്മൾ നാളികേരപ്പാൽ ഒഴിക്കണ മുമ്പ് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് കളയണം, കാരണം നാളികേരപ്പാലിൻ്റെയും കൂടെ കൂടുതലാവാൻ പാടില്ല.
അപ്പോൾ അതുവരെ ഇതൊന്ന് തുറന്ന് വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. നമ്മുടെ ചിക്കനിൽ വെള്ളം നല്ലോണം കുറഞ്ഞു തുടങ്ങിയിട്ട് എണ്ണ തെളിഞ്ഞ് വന്നാണ് ഈ കാണുന്നത്. അപ്പം ഒന്നും കൂടി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഞാനിവിടെ ഒരു തണ്ട് കൂടെ കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇലയൊക്കെ എത്ര ചേരുന്നോ അതനുസരിച്ച് മണവും ഗുണമൊക്കെ കിട്ടും കേട്ടോ. അതുകൊണ്ട് അതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമേ അല്ല. ഇനി ഇതിലേക്ക് വേണ്ട നാളികേരപ്പാൽ, നല്ല തിക്ക് നാളികേരപ്പാൽ, ക്രീമി ആൻഡ് തിക്കായിട്ട്, അതായത് അരമൂടി നാളികേരത്തിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ചൂടുവെള്ളം ചേർത്ത് പിഴിഞ്ഞെടുക്കുന്ന പാൽ. ഇത്രയും തിക്കായിട്ടുള്ള നാളികേരപ്പാൽ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കണം. എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ച കുരുമുളക് പൊടിയൊന്നും എടുക്കരുത്. വീട്ടിൽ ഫ്രഷായിട്ട് പൊടിച്ചെടുക്കണം. എന്നാലേ എരിവൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എരിവ് പോരാ തോന്നും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് കൂട്ടിയിട്ടിട്ട് എരിവ് അഡ്ജസ്റ്റ് ചെയ്യാം. മുളക് പൊടി ഇടണ്ട. ആ ഒരു പെർഫെക്റ്റ് പെപ്പർ ചിക്കൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. അപ്പം നമുക്ക് നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു മിനിറ്റ്, ഇത് വരുന്നോട്ടോ. ഞാൻ നാളികേരപ്പാൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതും ഫ്ലെയിം ഓഫ് ചെയ്തോളൂ. പിന്നെ ഇത് ഒരുപാട് നേരം തിളയ്ക്കാൻ വെച്ചാൽ ആ ചിക്കൻ നാളികേരപ്പാൽ പിരിഞ്ഞു പോകും. ഇത് അടുത്ത ദിവസത്തേക്ക് യൂസ് ചെയ്യാനൊക്കെ വീണ്ടും വേണമെങ്കിൽ ചൂടാക്കുമ്പോൾ തിളച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓൺ ദ സ്പോട്ട് ആ നാളികേരപ്പാൽ പച്ചയ്ക്ക് ചേർത്ത സമയത്ത് പിരിഞ്ഞു പോകുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ എടുത്താലൊക്കെ നമുക്ക് തിളപ്പിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് അടുത്ത ദിവസം ബാക്കിയുണ്ടെങ്കിൽ എടുക്കുമല്ലോ, അപ്പോഴൊക്കെ തിളപ്പിക്കാം. അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ചൂടോടുകൂടി തന്നെ ഇത്തിരി കൂടെ വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുത്താൽ പെപ്പർ ചിക്കൻ റെഡി. ആ മേലോടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. 1 ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ. ഇപ്പം നമ്മുടെ പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. കണ്ടോ, ഈ ഒരു ഗ്രേവി എനിക്ക് വേണം. കാരണം ഞാനിവിടെ മോൾക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യാൻ പോണത്. അപ്പം നിങ്ങൾക്ക് ഗ്രേവി ഒട്ടും വേണ്ടാന്നുണ്ടെങ്കിൽ നാളികേരപ്പാലിൻ്റെ അളവ് കുറയ്ക്കുക, കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ വരട്ടിയെടുക്കുക. അപ്പം എനിക്ക് ഈ ഒരു ടൈപ്പാണ് വേണ്ടിയിരുന്നത്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു.